കുടുങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു മരം കുടുങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പോയിട്ട് നോക്കണം. ആ ഒരു മരം ഇത് കുടുങ്ങുന്ന പെരലൊക്കെ നല്ല പെരലായിരിക്കും. അതുപോലെ തന്നെ പാമ്പുകൾ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റെപ്പായിട്ട് നമ്മളുടെ ഈ ഒരു കുറച്ച് മീനിനെ കറി വെച്ച് കഴിക്കാം. ഹായ് ചങ്ങന്മാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിശക്തമായിട്ടുള്ള മഴ തുടരുക തന്നെയാണ്. മഴ എന്നൊക്കെ പെയ്തുകൊണ്ട് തന്നെയാണ്. രാവിലെ 7:30 ഇപ്പോൾ സമയം കേട്ടോ. ഈ ഒരു നേരത്തൊക്കെ നല്ല മഴയാണ്. രാത്രിയും തന്നെ മഴ പെയ്തിട്ട്, പക്ഷെ എന്നാലും ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് അത് നമ്മുടെ ക്യാമറ വെക്കുന്നൊരു ബെൽറ്റാണ്. നമ്മുടെ ജസ്റ്റിൽ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റാണ്. ഞാൻ പാലത്തിങ്ങളൊക്കെ പോവാം. പാലത്തിങ്ങൾ എന്താ പരിപാടി വെച്ചാൽ, നമ്മൾ ഇന്നലെ വല ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെക്കന്മാരോട് 1-2 വല ഊരില്ല, അത് എനിക്ക് രാവിലെ ഒന്ന് നോക്കാനാണ്. അതിൽ വല്ലതും ഉണ്ടെങ്കിൽ രാവിലെ എനിക്ക് എടുക്കാമല്ലോ, അതായത് ഇന്നത്തേക്ക് എനിക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞാണ്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു വലയിൽ വല്ലത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ചെറുവകയൊക്കെ ആയിരിക്കും. ചെറുവകയ്ക്ക് കുടുങ്ങാനുള്ള വല തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഒരു നേരത്തേക്ക് തിരിക്ക് പുതച്ചുകൂടി കടന്നുറങ്ങിയാൽ മതി. ഇതൊക്കെ പറയണത്, ഇതൊക്കെ ഒരു ഭ്രാന്താണ്. ഞാനങ്ങനെ വല വെക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും നിൽക്കാറില്ല. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള പരിപാടി അധികം ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഇന്നലെ ഒരു താല്പര്യം ഇന്ന് ചെയ്യണം എന്നുള്ളത്. ഇന്ന് ഏതായാലും ഓടാൻ വേണ്ടിയിട്ട് പോകണില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. എന്തായാലും നമുക്ക് പോയോക്കാം. പോയിട്ട് മീൻ വല്ലതുണ്ടെങ്കിൽ അത് എടുത്തിട്ട് വരാം. ഏതൊക്കെ തരം മീൻ കിട്ടും, മീൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടറിയണം. പോയി നോക്കാം. എന്നാലും നമുക്ക് അതിന് ചെറിയ വല വെച്ചിട്ട്, ചെറിയ വല വലിയ വല വെച്ചിട്ടുണ്ട്, ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. എന്നാൽ നമുക്ക് പോയി നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചതാണ് തോടൊക്കെ വെള്ളം കൂടിയിട്ട് തോടും പാടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇന്നത്തെ അവസ്ഥ, ഇന്ന് എങ്ങനെയാണ് തോട് എന്നുള്ളത് നമ്മൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് തോടിന്റെ അവിടെ തന്നെയാണുള്ളത്. നമ്മുടെ പാടങ്ങളിലാണ് വല വെച്ചിരുന്നത്, തോടിന്റെ അവിടെ തന്നെയാണത്. അതായത് ഞാൻ ആ ഒരു ഭാവം ലക്ഷ്യം വെച്ച് പോവുക. മഴ ചെറുതായിട്ട് ചാറി ചാറി പെയ്തുകൊണ്ടിരിക്കുക. ചാറി ചാറി പെയ്യുകയാണ്. വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. അവിടെ ആരോ ഒരാൾ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്താണ് നമ്മളുടെ വലകൾ ഉണ്ടായിരുന്നത്. വലയൊന്നും ഇല്ല എവിടെ ശരി. വല വെള്ളം വലിഞ്ഞിരിക്കണം. അവിടെ ആക്കുന്ന മരമൊക്കെ കിടക്കണം. ഏതായാലും ഞാൻ വണ്ടീനെ അങ്ങോട്ട് സൈഡാക്കിയിട്ട് ഇറങ്ങാം. നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി നോക്കണം. മഴ കൂടിക്കഴിഞ്ഞാല് ഇപ്പൊ ഇന്നലത്തെ ഒരു കാഴ്ച ഇന്നത്തെ കാറ്റും വ്യത്യസ്തമുണ്ടാ. ചെങ്ങന്മാരെ, നമ്മളിപ്പോൾ ഇന്നലെ കണ്ട തോടോ പാടോ അല്ല. ഇന്നലത്തെ ആ ഒരു കാഴ്ചയും ഇന്നത്തെ ആ ഒരു കാഴ്ചയും വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റും. വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ടാണ്. അപ്പോൾ തോട്ടിൽ തന്നെ കണ്ട, തോട്ടിലൊക്കെ വെള്ളം പാകമായി. ഇന്നൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് കടുങ്ങാലിപ്പേരിൽ ചൂണ്ടലിട്ട് പിടിക്കാൻ പറ്റുന്ന പാകത്തെ വെള്ളമാണ്. പക്ഷെ ഇന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് കണ്ണനോടും രമേശിനോടൊക്കെ ചോദിക്കണം. കാരണം എന്താ വെച്ചാൽ ആ ഒരു മീനിന് ഭയങ്കര പ്രത്യേകതയാണ്. അവർക്ക് വെള്ളം നല്ല കലക്കൊക്കെ വേണം. അപ്പോൾ വെള്ളം അത്ര കണ്ട് കലക്കമല്ല, ഇപ്പോൾ ഒരു ലൈറ്റ് പാൽച്ചായയുടെ കളറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അവിടെ ഒരു പാലമുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു പാലത്തുമ്മക്ക് പോകണം. മഴ ചെറുതായിട്ട് ചാറി ചാറി പെയ്യുന്നുണ്ട്. അത് ഞാൻ വല എടുക്കാതെ നിൽക്കുന്നു. അവിടെ മരം കുടുങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു മരം കുടുങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പോയിട്ട് നോക്കണം, ആ ഒരു മരം എങ്ങനെയാണ് കുടുങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മളുടെ വലകൾ കിടക്കുന്നത്. 3 വല ഏറ്റവും തോന്നുന്നുള്ളത്. 3 വല. അങ്ങനെയാണെങ്കിൽ ആ ഒരു വല വെച്ചോടത്ത് ഈ ഒരു പാലമാക്കണ്. ഇവിടെ ചെറിയൊരു പാലമുണ്ട്. ആ ഒരു പാലത്തിലും ഒരു മരം കുടുങ്ങിയത് ഇവിടെ നോക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ കുടയും ചൂടി നടക്കാം. കുടയോടലൊന്നും ഇനി നടക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു മരം കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇതൊക്കെ കൂടുതലായിട്ടുള്ള മരക്കൊമ്പാണ്, മരമാണ്. ഇതൊക്കെ ഇപ്പം നമുക്ക് പണിയാണെന്ന്. നമ്മൾക്ക് പണി. ഇന്നലെ നമ്മൾ ഈ ഒരു പാലത്തുമ്മലൊക്കെ വെള്ളം കയറിയിട്ട് ചെക്കന്മാർ എന്നതും അതുപോലെ തന്നെ വെള്ളം മറയുന്നത് കണ്ടാണ്. വെള്ളമൊക്കെ പാകമായിട്ടോ. അപ്പം മഴ കുറവായിരുന്നു. ക്യാമറൻ്റെ ലെൻസിലേക്ക് ചിലപ്പോൾ വെള്ളത്തുള്ളികൾ ചാടിയിട്ട് വിഷ്വലിന് ചിലപ്പോൾ ചെറിയൊരു തടസ്സമൊക്കെ സംഭവിക്കാം. അയ്യോ, ഇത്ര വെള്ളമുണ്ട് കേട്ടോ പാടത്ത്. മുട്ടിൻ്റെ അത്ര വെള്ളം. ഇന്നലെ ഇത്ര വെള്ളമുണ്ട് പാടത്ത്. അപ്പോൾ എന്തെങ്കിലും കിട്ടും. ഇത് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു കവറാണോ? ഓക്കെ, കവറ്. ഇവിടുന്ന് ഇങ്ങനെ പൊക്കി പൊക്കി പോയി നോക്കാം, വല്ലതുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ. ഈ നേരത്തെ വന്ന് ഇറങ്ങി അതിന് വല്ല പൊന്തി കിടക്കാം. ഇവിടെ തോന്നുന്നു കുടിയും കിടക്കുന്നുണ്ട്. ഈ ഒരു വല ഉണ്ടല്ലോ. ഇത് കറുപ്പാണല്ലേ. പക്ഷേ ഈ കറുപ്പ് കുടുങ്ങിക്കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേങ്കിൽ ജീവനോടെ നിന്നോളും. രാത്രി കുടുങ്ങിയതാണെങ്കിലും രാവിലെ വരെ ആൾ ജീവനോടെ നിന്നോളും എന്നുള്ളതാണ്
മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലേ, അതായത് ഇവരെ ആക്രമിക്കാൻ വേറെ ആരും ഇല്ലെങ്കിൽ ജീവനോടെ ഒന്നുള്ളൂ. ഇത്തരത്തിലേക്ക് കവറെടുക്കുന്നത് കട. പിന്നെ അടുത്തത് ആരെങ്കിലും വലയൊക്കെ പൊന്തി കിടക്കണം. പൊന്തി കിടക്കുന്നൊരു പ്രശ്നം ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ. ഒക്കെ പുല്ലിൽ പൊന്തിയിട്ട് ഇങ്ങനെ കിടക്കല്ലേ. നൈസായിട്ട് പെട്ടെന്ന് നോക്കുക പോവാ. അവിടെ ഒരു പരൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല മൂത്ത പരലാണല്ലോ. കട്ടുങ്ങാലി പരലിൻ്റെ വേറൊരു ഐറ്റം പരലാണ്. നമുക്ക് ഇന്നലെയും കൂടി കിട്ടിയതുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ഈ ഒരു വല വെക്കാൻ വേണ്ടിയിട്ട് കൂടി. ഇത് നമ്മളെ സ്വന്തം വലയാണ്. പക്ഷേ എങ്കിൽ സ്വന്തം വല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റിയല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കണ്ണ. അപ്പോൾ കണ്ണൻ്റെ വല ഞാൻ ഒരട്ടം ക്യാമ്പിങ്ങിന് കൊണ്ടുപോയിട്ട് അവിടുന്ന് നീർനായ്ക്കൾ കടിച്ചു. നീർനായ്ക്കൾ വല നാസാക്കി. അപ്പോൾ പിന്നെ അവനൊരു വല വാങ്ങി കൊടുത്തതാണത്. നല്ലൊരു കോയാട്ടി കയറി. പക്ഷേങ്കിൽ കോയാട്ടിനെ ആകെ താറുമാറാക്കിയാണ്. ഞണ്ടാണ്ട് തോന്നുന്നു കടിച്ചരപ്പാക്കിയിട്ടുണ്ട്. കോയാട്ടിനെ നമുക്കിത് മുന്നേ ഒഴിവാക്കണം. നല്ല അടിപൊളി പരലുകളൊക്കെ കയറിയിട്ടുണ്ട്. കറുവപ്പുണ്ട്. കൊള്ളാം. സൂപ്പർ പരലാട്ടാ. നല്ല മുടുക്കം പരൽ. ഇതിൽ കുടുങ്ങണ പരലൊക്കെ നല്ല പരലായിരിക്കും. അതാണ് ഈ ഒരു വലൻ്റെ ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ ഇത് പരലിന് പറ്റുന്ന വലയാണോ വെച്ചാൽ പരലിൻ്റെ വല തന്നെ. പക്ഷേങ്കിൽ കുറച്ചും കൂടി വലിയ കണ്ണിയാണ്. സാധാ ചെറിയ പരലിൻ്റെ വലയല്ല, അത്ര ചെറുകണ്ണിയല്ല. ഇനിയൊരു കറുവപ്പുണ്ട്. കറുവപ്പ് ഞങ്ങളിവിടെ കറുവപ്പ് എന്നാണ് പറയുക കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ അനാബസ് എന്നൊക്കെ പല പേരിലും ഇതിനറിയപ്പെടുന്നുണ്ട് പല നാടുകളിൽ. അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഒരു പരൽ. അപ്പോൾ ഞാൻ ഇവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞതിന് എടുക്കാവുന്നതിന് എനിക്ക് കറി വെക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ അടക്കം നോക്കുമ്പോഴേക്ക് അത്യാവശ്യമായി. ഇനിയുണ്ടാ? ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ കിടക്കുന്നു. ഇവിടെ അത്യാവശ്യം നല്ലൊരു സിലോഫി ഐറ്റംസ്. ഇത് കരിമ്പൂട്ടയാണോ ഒക്കെ അറിയില്ല. കണ്ണനൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഈ മീൻ ഏതാ മനസ്സിലായിരുന്നു. ചിലത് വലയെന്ന് ഊരിപ്പോരാൻ എപ്പോഴും ജീവനുണ്ട്. പിടക്കണുണ്ടോ? എപ്പോഴും ജീവനുണ്ട് സാധനം. ചിലത് വലയെന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. നന്നായിട്ട് കുടുങ്ങിയിട്ടേ. അതുപോലെ തന്നെ ഈ ഒരു വലൻ്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലുതൊക്കെ വരെ ഇതിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു വല മുഴുവനായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പാടം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നടുവിലാണ് നിൽക്കുന്നത് ഏതാണ്ടൊക്കെ. ഇനി ആ ഒരു ഭാഗത്ത് 2 ഉണ്ട്. വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബ് കിട്ടും. അതുപോലെ തന്നെ ഈ പുല്ല് കാലും കൂടെ വലിഞ്ഞിട്ട് ചെറിയ മുറികളൊക്കെ സംഭവിക്കാൻ, അത് വാളിച്ച് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അത്ര ഫാസ്റ്റായിട്ട് മൂവ് ആകാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതിന് കഴിയില്ല. അതുപോലെ തന്നെ പാമ്പുകൾ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പാമ്പുകൾ ഒലിച്ച് വരും. അങ്ങനെ പാമ്പുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ തോട് പൊട്ടിയിട്ടുണ്ട് കണ്ട. തോട് പൊട്ടല്ല, തോട് ഇങ്ങോട്ട് മറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു വല കാണുന്നുണ്ട് ഞാൻ. ഇത് തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, വേറെ എവിടെ ഇല്ല. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വല ഇപ്പം നോക്കിയ വല എത്ര വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലേ. അപ്പോൾ ഈ ഒരു വലയും കൂടി ഇതിലുണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് നോക്കലും എടുക്കലും നിർബന്ധമാണ്. ഇത് കുറച്ച് വലിയ കണ്ണി, അതിലുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം തിരക്കില്ലാത്ത മീനായിരിക്കും. നമുക്ക് നോക്കി ഇപ്പോൾ പോയി നോക്കാം. ഇതൊക്കെ എന്താ വെച്ചാൽ പുല്ലൊന്ന് പൊന്തിയ കിടക്കുന്നുണ്ടാ. ഇത് എൻ്റെ വലയല്ല, ഇത് ചെക്കന്മാരുടെ വലയാണ്. നേരത്തെ വലൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കണ്ണൻ്റെ വല നീർനായി അടിച്ചപ്പോൾ കണ്ണനെ വാങ്ങിക്കൊടുത്താണ് ഞാൻ. എനിക്ക് വല വെക്കണതിൽ ഇഷ്ടമില്ലാത്ത അതും ഉണ്ട് കേട്ടോ. ഇഷ്ടമില്ലാത്തൊരു പരിപാടി എന്താ വെച്ചാൽ വേണ്ട, ഇതിൽ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഒരു അടിപൊളി സാധനമൊക്കെ ആയിരിക്കും കിട്ടുക. ഇതിനേക്കാൾ വലുത് നമ്മളുടെ കണ്ണന് ഇന്നലെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല പണിയുണ്ടല്ലോ ഈ വല എടുക്കുമ്പോഴൊക്കെ. ഇവിടെയൊക്കെ നല്ല വേസ്റ്റ് കുടുങ്ങിയിട്ട് എന്ത് വലിയത്. ഈ വലൻ്റേതായിട്ടല്ലാതെ ഒരുപാട് ഓട്ടകളുണ്ട്. അതാണ് ഈ വലൻ്റെ പ്രത്യേകത. ഈ സൈഡിലേക്കൊക്കെ നോക്കുമ്പോഴേക്ക് ഫുള്ള് വേസ്റ്റ് കയറിയിട്ടുണ്ട് വലയിൽ. അവിടെ നല്ലൊരു കറുവപ്പുണ്ട്. നല്ലൊരു കറുവപ്പ്, നല്ല കളർഫുൾ. പക്ഷേ ഇത് സാധാ ഇവിടെ ഉണ്ടാവുന്ന കറുവപ്പിൻ്റെ പോലെയല്ല, കളറുള്ള കറുവപ്പാണ്. നല്ല അടിപൊളി കളറ്.
അയ്യോടാ, മീൻ ചാടിപ്പോയി. ശ്ശേ, അതായത് ചാടിയിട്ട് മിസ്സായിട്ടില്ല. ഇതിന് പോകാൻ യോഗല്ല. ഇത് ചാടിയിട്ട് മിസ്സായിട്ടില്ല. ആടാ, ഒരു ബ്രാലാണ് കയറി, പക്ഷെ ഇതിനെ എടുക്കാൻ പറ്റൂല കേട്ടോ. ബ്രാലും കുട്ടിയാണ്, എടുക്കാൻ പറ്റായൊന്നുമില്ലല്ലേ. ബ്രാലും കുട്ടിയാണ് കയറിയിട്ടുള്ളത്. ഇനി ഈ വല കഴിഞ്ഞിട്ടോ, ഇതിൻ്റെ എന്താണത് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. എന്തായാലും മീൻ ഉണ്ടോ നോക്കുക, ഇവിടെ എവിടെയെങ്കിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ. ചെരുപ്പ് എടുക്കാതെ തോന്നും. ജാക്ക് ഓട്ടത്തിലാണ്. ആകെ 4 മീൻ ജാക്ക. ഇത് എന്തൊക്കെ ആകെ അതെയോ കമ്പലല്ലേ. ഒരു ബ്രാലും ഉണ്ടായില്. 2 കറുപ്പും 2 പെരലും 1 ബ്രാലും. പോരാ, ഓട്ടത്തിലാ ഓടണ്ടോ? സൺഡേ ഹോളിഡേ ആണ്. അപ്പൊ ഞാൻ തന്നെ ഇവിടുന്ന് കയറാനുള്ള പരിപാടിയാണ്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഗോപ്രോൻ്റെ ഒപ്പം കിട്ടുന്നതാണ്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്, വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഗോപ്രോൻ്റെ ഒപ്പം ഉള്ളതാണ്. അത് നമുക്ക് കൈ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഞാൻ വലയെടുത്തപ്പോൾ കണ്ടില്ല നിങ്ങൾ. അങ്ങനെയെങ്കിൽ കിട്ടിയതിലൊരു പങ്ക് മുജിയാക്കും കൊടുത്ത് ഇനി ഞാൻ നേരെ വീട്ടിലേക്ക്. നമ്മൾക്കിനി അതൊന്ന് നന്നാക്കി കറി വെക്കാം. ഉച്ചക്കേക്കുള്ള കറി ഉണ്ടാക്കിയിട്ട് പോയിട്ട് ചിലപ്പോൾ ഇരിക്കണ്ടല്ലേ, കറി വെക്കാം. ചെങ്ങന്മാരപ്പം ഞാൻ വീട്ടിലാണ്. ഞാൻ മീനൊക്കെ പിടിച്ച് വന്ന് അത് ക്ലീൻ ചെയ്ത് ഒരു കുളിയൊക്കെ കുളിച്ച് ഉഷാറായി. ഇനി അതൊന്ന് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ കറണ്ടില്ല, വെട്ടത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. കറണ്ടില്ല. നമ്മളുടെ മീനൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്താ ചിലപ്പോൾ നിലത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അടിപൊളിയായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാമഗ്രികളും റെഡിയാണ്. ഇനി നമ്മളുടെ പരിപാടി മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ യാത്രക്കൊക്കെ കൊണ്ടുപോകുന്ന നമ്മുടെ അടുപ്പാണ്. അപ്പോൾ അടുപ്പിനൊന്ന് കത്തിച്ച് നോക്കാം. ഇതിൽ ഗ്യാസ് ഉണ്ടോ ഇല്ലയോ എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സാധനം കത്തിയിട്ടുണ്ട്. ഞാൻ കത്തുന്ന കരുതിയതല്ല കേട്ടോ, കാരണം അവൻ്റെ ലാഗേ. ഇത് അടുപ്പ് അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റെപ്പായിട്ട് നമ്മളുടെ ഈ ഒരു കുറച്ച് മീനിനെ കറി വെച്ച് കഴിക്കാം. കറി വെക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ എനിക്ക് മീൻ കിട്ടുന്നതൊക്കെ എല്ലാം ഞാൻ കാണിക്കാറില്ല. എനിക്ക് ഇത്തരത്തിൽ കിട്ടുന്നതൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയതാണ്. ഇത് നമ്മൾക്ക് ഇന്ന് കിട്ടിയില്ല, നമ്മൾ മുജിയാക്കാക്ക് രാവിലെ കൊടുത്തു. അതിൽ ബാക്കിയുള്ളതും ഇന്നലെ രാത്രി നമ്മൾ വല വെച്ചതിൽ ലാസ്റ്റ് ടൈമിൽ കിട്ടിയിരുന്ന ഒരു 4-5 പാരലും കൂടി ഉണ്ട്. അതിൽ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട്, വാങ്ങിക്കണം. തൽക്കാലം നമ്മൾ കുക്ക് ചെയ്യാനുള്ള സാധനമൊക്കെ ഇതിലുണ്ട്. നമുക്ക് കിട്ടിയത് അത്ര ചെറിയ പരലോ അല്ലെങ്കിൽ കറുപ്പോ ഒന്നുമല്ല, അത്യാവശ്യം തിരക്കേടില്ലാത്ത സാധനങ്ങൾ തന്നെയാണ്. ഇതിൽ നമുക്ക് കിട്ടിയ ബ്രാലൊക്കെ ഞാൻ മുജിയാക്ക കൊടുത്തു. ആകെ എത്രയേ ഉള്ളത്. ഇത് കോട്ടി കേട്ടോ, കോട്ടി എന്ന് പറയുന്ന മീൻ. അതിന് 2 കണ്ടാക്കിയതാ പോലെ ഇതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. പിന്നെ അതിലേക്കുള്ള മസാലകൾ ഞാൻ ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില മരിച്ചു പോയതുകൊണ്ട് ജീവനോടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മസാലകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ തക്കാളി ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മാക്കി കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ ഈ വെളുത്തുള്ളി, എല്ലാ ഉള്ളികളും നമ്മൾ അരിഞ്ഞു വെച്ച മസാല ആയിട്ട് നമ്മൾ പൊടിച്ച് അരച്ചുണ്ടാക്കുന്നില്ല. ഇത്തരത്തിലാണ് ചെയ്യുന്നത്. ഭയങ്കര പുക. മണ്ണും ചട്ടിയിൽ ഈർപ്പുണ്ടെന്ന് തോന്നുന്നു. ആ ഈർപ്പം പോകുന്ന വരെ ഒരു പുക ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഓക്കെ, ചട്ടി ചൂടാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നോട് വാടിയാൽ മതി. അതിനുശേഷം നമുക്ക് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഉഷാറായിട്ട് വാടുന്നുണ്ട്. മൺചട്ടിയിൽ വെക്കണം. ഈ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലൊക്കെ മൺചട്ടിയിൽ വെച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ മൺചട്ടി ഉപയോഗിച്ചുള്ളത്. ഉള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി ആവണത്, പാളരുത്. അത് ഏതാണ്ട് ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തക്കാളി എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ ഒറ്റയടിക്ക് വാടി കിട്ടുന്ന ഒരു തക്കാളിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇടുന്നത്. ഇത്ര നേരത്തെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
ഞാനീ ചെയ്യുന്നത് സാധാരണ ഞങ്ങൾക്ക് തോട്ടിൽ നിന്ന് മീൻ കിട്ടിയാൽ ഞങ്ങളിവിടെ നാട്ടിൽ കുക്ക് ചെയ്യുന്ന രീതിയാണ്. ഞാൻ ഈ രീതിയിൽ തന്നെയാണ് സാധാരണ മീനുകളൊക്കെ കുക്ക് ചെയ്യാറ് കേട്ടോ. നമ്മളുടെ എല്ലാ മീനും അല്ല, ഈ തോട്ടിൽ. കാരണം തോട്ടിൽ പുഴയിൽ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ തന്നെ എല്ലാവർക്കും അതിൻ്റെ രുചി ടേസ്റ്റ് ഇഷ്ടമാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊക്കെ ആ ഒരു ഫ്ലേവർ കറക്റ്റ് കിട്ടണം. അത് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു മീൻ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഓവർ മസാല ഇല്ലാതെ പരിപാടി ക്ലിയർ ആക്കുന്നത് കേട്ടോ. അതായത് ചില ആളുകൾ മസാല ഇട്ടിട്ട് പുളിവെള്ളം ഒഴിക്കുന്നവരുണ്ട്. ഞാൻ പുളിവെള്ളമാണ് ആദ്യം ഒഴിക്കുന്നത്. കുടംപുളി അല്ല കേട്ടോ, നമ്മുടെ വാളംപുളിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഏറണ്ട, വെള്ളം എന്ന് പറഞ്ഞാൽ പുളിവെള്ളമാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. മസാല ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാലും ഇങ്ങനെ ചെയ്താലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ഞാൻ മസാല ഉണങ്ങാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇനി ഉപ്പും മല്ലി മുളകൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് ആവശ്യത്തിന് ഉണ്ടായിക്കോട്ടെ. മുളക്, മല്ലി, മഞ്ഞൾ, ഉപ്പ് വേണമെങ്കിൽ ഇനിയും ഇടാം. ഇത് കുറച്ച് കുരുമുളക് പൊടിയാണ്, കിടക്കട്ടെ ഒരു ഫ്ലേവറിന്. അധികം ഇടണ്ട. എരിവെന്നാൽ തന്നെ ഇപ്പോൾ അത്യാവശ്യത്തിലേറെ എരിവായിട്ടുണ്ടാവും. നല്ല രീതിയിൽ നമ്മൾ ഇഞ്ചിയുണ്ട്, എരിവിന് ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, മുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്. എനിക്ക് നല്ല ഉഷാറായിട്ട് തള ആരംഭിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തിളക്കുന്നുണ്ട്. അപ്പോൾ മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് മതി, ആ ഒരു തിളച്ചാൽ മതി. മീനിനെ നൈസായിട്ട് അടിപൊളി അല്ലേ. അത് കിടക്കട്ടെ, നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. ഈ മീൻ നമ്മളുടെ മറ്റുള്ള മീനുകളെ പോലെയല്ല, അതായത് കടലത്തെ മീനിനെ പോലെയല്ല. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ടൈറ്റായിട്ട് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം. ഇത് നമ്മളുടെ ഒരു വെപ്പാണ്. നമ്മൾക്ക് വെറും പരല് കിട്ടട്ടെ. അപ്പോൾ ഒരു ചമ്മന്തി വെപ്പുണ്ട് നമുക്ക്. ആ ചമ്മന്തി വെപ്പ് അതൊരു സംഭവമാണ്. അത് വെച്ച് പാളിയതായിരുന്നു ഒരു ദിവസം ഞങ്ങൾക്ക്. പക്ഷേ എങ്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു അതിന് വേണ്ടിയിട്ട്, അത് അത്തരത്തിൽ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞങ്ങൾ ആദ്യമൊക്കെ കുക്ക് ചെയ്ത് വെറും പരലേ പറ്റുള്ളൂ. അതിന് പരല് കോട്ടി ഒക്കെ പറ്റും. ആ ഒരു മീൻ അതിലുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ട്. മീനാണ് ഫുള്ള്, പക്ഷേങ്കിൽ മീനായിട്ട് കിടക്കില്ല. മീൻ ഫുള്ളായിട്ട് കലങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നൊരു വെപ്പ്. വേഗം തിളക്കട്ടെ, വേഗട്ടെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച രൂപത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നെ നൈസായിട്ടോട്ട് ഓഫ് ചെയ്യാം. മണ്ണും ചട്ടിയാണ്, ഇനിയും കുറച്ച് നേരം ഇങ്ങനെ തിള നിൽക്കും. നമ്മൾ അടുപ്പ് ഓഫാക്കിയിട്ടും തിളച്ചുകൊണ്ടൊക്കെ തന്നെയാണ്. ശരിക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പം ഞാൻ നമ്മളുടെ മീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഓ ചൂടാ, ഡയറക്റ്റ് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റല്ലേ. ഇതൊരു വരട്ട് ടൈപ്പാണ്, കറി അധികമൊന്നും ഉണ്ടാവില്ല ഇതിൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ മീൻ കറി, തോട്ടിലെ മീൻ കറി. അത് കേൾക്കണ്ടില്ലേ? ഓ ആവിയാണ് പറക്കണം. അടിപൊളി അല്ലേ? കൊള്ളാൻ തന്നെയാണ് ഞാൻ കരുതുന്നുണ്ട്. സ്മെല്ല് കാര്യമൊക്കെ പക്ക. അടിപൊളി കളറിൽ അടിപൊളി സ്മെല്ല്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയെങ്കിൽ എനിക്ക് ഇതിലേക്ക് കഴിക്കാൻ ചോറ് തന്നെ എടുക്കാമെന്ന് കരുതി. സമയം ഉച്ചയ്ക്ക് 11:30 ആയിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ രാവിലെ അവിടെ എൻ്റെ വൈഫ് ചിന്നു ആര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലൊന്നും ഇല്ലായിരുന്നു. കണ്ടങ്ങൾ ആവി പറക്കന്നെ. അതിലിങ്ങനെ തോട്ടിൽ തുള്ളിക്കളിച്ച് നടന്ന സാധനങ്ങൾ. പക്ഷേങ്കിൽ ചിന്നു ആയി എന്ന് വരും. അവർക്ക് ഈ 2 കണ്ടെടുത്ത് വെക്കണം. നമുക്ക് മുഴുവനായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്കൊന്ന് പിച്ച് നോക്കിയാലോ? വാ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഉണ്ടാ വേറെ ലെവല്. എനിക്ക് തോന്നുക വേറെ കറി ഇവിടെ ഇല്ല. കുറച്ച് കറി ആക്കിയാൽ മതിയെന്നുള്ളൂ. ഇത് നമ്മൾ ബ്രെഡിലേക്കൊക്കെ പറ്റുന്ന ഗ്രേവി ടൈപ്പിലാണ് നിൽക്കണം. ഞാൻ ചോറിനാണ് കരുതിയതല്ല, അതാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. ചോറ്റക്ക് ഇവിടെ വേറെ കറി ഉണ്ടാവും എന്ന് കരുതി, പക്ഷേ ഇല്ല.
സൂപ്പർ ടേസ്റ്റ്. കറുപ്പാണിത്. കറുപ്പ് കാര്യം നന്നാക്കാനൊക്കെ കുറച്ച് ഇടങ്ങേറാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു ഫിഷിങ്ങോ ക്യാമ്പിങ്ങോ ഓട്ടോ ഓടുന്നതോ എന്തും ആവാം. എന്താണ് വരിക എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മീൻ പിടിക്കുന്ന അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടൻറ്റ് അതായിരിക്കും, വീഡിയോ അതായിരിക്കും. ഓട്ടോ ഓടാനേ പറ്റുന്നുള്ളെങ്കിൽ ഓട്ടോ ഓടുന്നതായിരിക്കും. ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും ക്യാമ്പിംഗ് ആയിരിക്കും. ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രാവലിംഗ് ആയിരിക്കും. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.